വെട്ടേണ്ടത് അമ്മാവന്റെ തലയാടാ. നമ്മുടെ രണ്ടമ്മമാരെയും ഇവിടെ നടിച്ചിറക്കി വിട്ട പെരട്ടക്കളവന്റെ തലയാണ് ആദ്യം വെട്ടേണ്ടത്. നീ എന്റെ കൂടെ നിന്നാ നിനക്കും കൊള്ളാം, എനിക്കും കൊള്ളാം, നമ്മൾ രണ്ടുപേർക്കും കൊള്ളാം. സ്വർണത്തിന് നിനക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് നീ ഇവിടെ നിന്നോണം. അല്ലെങ്കിൽ നീ രാജപ്പനാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പൊളിക്കും. ആ പെരട്ടക്കളവൻ നിന്നെ ഇവിടെ നടിച്ചിറക്കും. പറ, നീ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? എങ്ങനെയുണ്ട് ഐഡിയ? നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം. ഓ, ഏറ്റു. അപ്പൊ ഇനിയുള്ള വെട്ട് അതൊരു വെട്ട്. എനിക്ക് വെട്ട്. ചോണയുണ്ടെങ്കിൽ വെട്ടടാ, വെട്ടാം. കുത്തടാ, വെട്ടടാ. അയ്യോ, ഇപ്പൊ പറ, എന്റെ അമ്മാവന് മാത്രം അവകാശപ്പെട്ട വീട്ടിൽ നിന്നും നിന്റെ പെണ്ണിനെ വിളിച്ചോട്ടിക്കൊണ്ട് പോവോ? இல்லடா, போக மாட்டேன். அந்த முரட்டு மார்த்தாண்டனோட தலையறியாமனாங்க இது போக மாட்டேன். നിരത്തലടാ, വലിച്ചൂരി വയറ്റി കുത്തടാ. അസ്തമയ സൂര്യൻ ആഴിയിലേക്ക് അടുത്തു കഴിഞ്ഞു. ആയോധനമുറ പ്രകാരം ഇനി അംഗം വെട്ടാൻ പാടില്ല. ഇന്ന് 7-ാം ദിവസം ഈ ഇരപ്പാടിയുടെ തല ഞാൻ കൊയ്തിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. അയ്യോ, അല്ലാക്കി കസാബ് കൗക്കും. ഇറങ്ങി വാ തീസേ. ഇറങ്ങി വാ വേഗം. ഇറങ്ങി വരാടാ. ഇറങ്ങി വന്നുകൊണ്ടിരിക്കല്ലേ. ഇതൊന്നും പഠിക്കട്ടെ, പെട്ടെന്ന് ഇറങ്ങാനായിട്ട്. അതൊക്കെ കേറുമ്പോ ചിന്തിക്കണം. കണ്ടോ? കിട്ടി. എവിടെ നിന്ന്? ഷാപ്പിന്ന്. ഇപ്പൊ അവിടെ ഉണ്ട്. പുറപ്പെടുത്തപ്പോ പിന്നെ എന്നാ തേക്കടി. മതി, എന്റെ മേല് തോന്നുന്നു. ഇയാളല്ലേ പറഞ്ഞത് എന്നെ തെപ്പിക്കാൻ? പതുക്കെ പതുക്കെ. മച്ചാൻ തലമുടിയെല്ലാം അസിംഗമാർക്ക് ജയിലിൽ കുളിക്കരുതില്ലയോ? ജയിലിൽ കുളിക്കാത്ത നിന്റെ അച്ഛൻ அந்த பாளையம் கோட்டை சப்தியில் இருக்கும்போது 3 நேரம் குளிதானே. சாயந்தரம் 6 மணியான எனக்கு அங்க சன்பாத்து. ஜெயில எனக்கு விஐபி ட்ரீட்மெண்ட் தானே. ட்ரீட்மெண்டா? ஆமா. நீயே போய் எடுத்துட்டு வாமா. 100 வேலை இருக்கு, சீக்கிரம். லைஃப்ல டைம்னா இதுதான்ப்பா. அம்மா கொஞ்சம் இந்த வச்சா தேடிடுங்க. அப்படிதான். சொல்லுது. അയ്യോ, കണ്ടില്ലേ ഒരു കൊഞ്ചലും കുഴയിലും? പ്രായമായ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. ആര്? നീയാ? ഞാനല്ല, നമ്മുടെ മോള്. എനിക്കൊരു ആദ്യം ചേട്ടൻ പറ. അതെന്ത് പറയണം, എങ്ങനെ തുടങ്ങണോന്ന് എനിക്കറിയില്ല. അറിയില്ലേ പിന്നെ എന്താ ചേട്ടാ എന്നെ വിളിച്ചു വരുത്തേ? ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണേ തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ട്. അതിനെപ്പറ്റി വിഷമിക്കണം, ധൈര്യമായിട്ട് തുടങ്ങിക്കും. പറയട്ടെ. അത് പിന്നെ പിന്നെ എന്നാ ഞാൻ പറയട്ടെ. കുളത്തി മുക്കി എങ്ങനെ പൊങ്ങുന്നല്ലേ? അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛാ, കണ്ണപ്പാ, നീ വന്നിട്ടിപ്പോ കൊറേ ദിവസമായല്ലോ. ഇതുവരെ ഈ കുളിയും തേവാരും അല്ലാതെ നിന്റെ പ്രതിജ്ഞ എന്തുവായി? ഞങ്ങൾ അതിനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തോണ്ടിരിക്കുക. എവിടെ? കുളത്തില്? മനത്തില്. എത്രയും പെട്ടെന്ന് അമ്മച്ചാന്റെ പൊലകുളി നടത്താനുള്ള പദ്ധതി ആവിഷ്കരിക്കും. എന്നിട്ടാവാ ഇനി കുളി. അപ്പൊ എനിക്ക് ഈ ജന്മം കുളി. നിന്റെ പ്രതിജ്ഞ നിറവേറ്റിയാൽ സ്വർണം നിനക്കുള്ളതാ. എത്ര പവൻ? എന്റെ മോള് സ്വർണം നിനക്കുള്ളതാണെന്ന് ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. മോളിഞ്ഞു വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അയ്യോ ഞാൻ ഒരു കാര്യം കാര്യം പിന്നെ പറയാം, കുളിക്കട്ടെ. നീ വാ, നീ കുളി. അയ്യോ, നീ കുളി. ഇങ്ങോട്ട് പോടി. കനകം, മച്ചാനെ ഓടിക്കാൻ മരങ്ങോടൻ കണ്ണപ്പനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് നീയല്ലേ? അതുകൊണ്ട് അവൻ വന്നല്ലോ. എന്നാലേ അവൻ മച്ചാനെ വിട്ടിട്ട് നിന്റെ മോളെ തപ്പിയാൽ എന്താ? അച്ഛനല്ലേ പറഞ്ഞ കണ്ടപ്പോ എന്നെ കൊണ്ട് എന്നെ കെട്ടിച്ചേരാന്ന്. എന്നും പറഞ്ഞു നീ അവൻ കുളിക്കുന്ന നോക്കിക്കൂടി. കുളിക്കുന്ന നോക്കി നിന്നാൽ എന്താ? കുളിക്കുന്ന നോക്കി നിന്നാൽ എന്താ?
എന്റെ ദൈവമേ, ഞാൻ അന്നേ പറഞ്ഞതാ. നീ എന്തോ പറഞ്ഞു? കൂടെ പോയി കുളിക്കണമെന്നോ? മേലെ കണ്ണപ്പനെ നിന്നെയും കൂടി ഒരുമിച്ച് കണ്ട മുട്ടുകാലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ആ മച്ചാനെയും പെണ്ണിനെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ വേണ്ടി നിന്നെയല്ല എവിടെ വരെ ഞാൻ ആരുടെ കൂടെ കെട്ടിച്ചു വിടാന്ന് പറയും. പക്ഷെ അത് പറച്ചില് മാത്രം. അത് കേട്ടോണ്ട് രണ്ടുപേരും അഴിഞ്ഞാടം നടന്നാലേ കൊത്തിയരിഞ്ഞ കുളത്തിലെറിയും. എന്നെ എന്തിനാ കുളത്തിലെറിയുന്നേ? കുളം കലക്കാൻ. അതിന് വീടുണ്ടല്ലോ. നീ ആ ബെസ്റ്റ്. മന്ത്രവാദി, ഇതെങ്കിലും ഏക്കോ അതോ വജ്രഹുണ്ടി പോലെ ചീറ്റി പോവോ? ഇതിൽ സത്യമുണ്ട്, തട്ടിപ്പോകുന്നുള്ള ഉറപ്പാ. തുറക്ക. ഒരു നിലവിളി കേട്ടല്ലോടോ. ആ മരണവെപ്രാളമായിരിക്കും. പാമ്പ് കടിച്ചാ കെട്ടിപ്പിടിക്കോടോ? കെട്ടിപ്പിടിക്കും. കുറെ നേരം കെട്ടിപ്പിടിച്ചേച്ചാകൂ. പ്രത്യേകതരം പാമ്പാ, കെട്ടിവരിയൻ. ഊതല്ലേ? താൻ ഊതിയോ? ഇല്ല. സ്വർണം? നീ സ്വർണ്ണമല്ല, കനകമാ. കനകം. അയ്യേ, അതെന്റെ അമ്മയുടെ പേരാ. അതെനിക്കറിയാം. അയ്യോ, ഇതിനകത്തോടെ എനിക്ക് അകത്ത് വരാൻ പറ്റത്തില്ല. ഇതുവഴിയല്ല, അപ്പ വഴിവാ. ആ, അപ്പ വഴിയോ? നീക്ക് അച്ഛനോട് വെച്ചിട്ട് വരാം. അച്ഛാ. അയ്യോ, അച്ഛനോട് ചോദിച്ചാൽ ഞാൻ ഇതുവഴി പുറത്തു പോകേണ്ടി വരും. അയ്യേ, നോണ. ഇതിനകത്തോടെ ചേർന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഏത് ട്രേഡ് മാർക്ക്? എന്റെ ദൈവമേ. കൈ വിടാൻ. വിടില്ല ഞാൻ. അയ്യോ, അല്ലി. പല്ലിയോ? അല്ലി. അല്ലിയോ? അല്ലിക്കും വരാൻ കണ്ടത് നേരെ. നിക്ക്. കണ്ടു, പറയട്ടെ ഞാൻ. പേടിക്കണ്ട, എനിക്കിഷ്ടായി. നീ നിന്റെ കണ്ണപ്പൻ ചേട്ടന് നല്ല ചേർച്ചയുണ്ട്. കണ്ടില്ലേ പെണ്ണിന്റെ ഒരു നാണം. ഇവിടെ ആരുമില്ലേ? കണ്ണിലെന്താ ആണല്ലേ ഇവിടെ നിൽക്കുന്നത്? അല്ല, ആണുങ്ങൾ ആരുമില്ലേ? എന്നോട് പറഞ്ഞാൽ മതി. ക്ഷമിക്കണം, ആണുങ്ങൾ തമ്മിൽ പറയേണ്ട കാര്യം ആണുങ്ങളോട് തന്നെ പറയണമല്ലോ. കണ്ടപ്പോ ആദ്യം പെണ്ണാണെന്ന് കരുതി. ഇനി പറയാം. കണ്ണപ്പനല്ലേ ഇവിടെ? ഞാൻ കണ്ണപ്പന്റെ ഒരു കൂട്ടുകാരൻ, മിസ് അമ്മണിക്കുട്ടൻ. അയ്യേ, എന്തോ പേര്, ആണും പെണ്ണും കേട്ട പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ പേരുണ്ട് ഇപ്പൊ. എന്നാ കണ്ണപ്പൻ ചേട്ടൻ ഇവിടെ ഇല്ല, കുളിക്കാൻ പോയിരിക്കാം. അപ്പൊ രായപ്പനോ? രായപ്പൻ ചേട്ടൻ ബോംബെയിലല്ലേ? ആര് പറഞ്ഞു? കണ്ണപ്പൻ ചേട്ടൻ. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പൊ കണ്ണപ്പൻ ഇപ്പോൾ കൊളക്കടവിൽ തന്നെ ഉണ്ട്. അപ്പൊ ബാക്കി കാര്യം ഞാൻ അവനോട് ചോദിച്ചോളാം. ഒരു സംശയം ചോദിച്ചോട്ടെ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അച്ഛന്റെ ഉച്ചി 96, 97, 98, എത്ര? 70. അടിച്ചതിന്റെ കണ്ണിയങ്ങൾ. ഞാൻ ഇനിയിപ്പോ 100 ആയിരുന്നല്ലോ, പിന്നെ നീ ഇനിയിപ്പോ 70 ആയത്? വെള്ളത്തിന്റെ അടിയിൽ വെച്ചൊക്കെ എണ്ണുമ്പോ ചിലപ്പോ എണ്ണം കൂടും. വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാണ്. വിശ്വാസമില്ലാതെ ഇറങ്ങി പോകുന്നത് മന്ത്രിസഭയല്ലേ? കയറി പോടാ തെണ്ടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പൊങ്ങാം. അവസാനം പൊങ്ങുന്ന ആരാന്ന് നോക്കിയാൽ മതിയല്ലോ. നീ പൊങ്ങിയില്ലെങ്കിൽ ഞാൻ നോക്കണ്ടല്ലോ. അപ്പൊ ഇവിടെ കാണുന്നില്ലല്ലോ. തുണി കഴിച്ചു വെച്ചിട്ട് പോയി ഇതോടെ പോയി. ഏതായാലും വരട്ടെ, വെയിറ്റ് ചെയ്യാം. വരട്ടെ. ഹലോ. കണ്ണപ്പ, ഇപ്പൊ എത്രയായി? 189. നീയൊക്കെ എത്ര നേരം മുങ്ങിക്കിടക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എവിടെ പൊങ്ങിയ? കണ്ണപ്പ നിക്ക്, ഇത് ഞാൻ അമ്മണിക്കുട്ടൻ. നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ പൊക്കോടാ. കണ്ണപ്പ നിക്കാണോടാ? ഏയ്, ഒന്നുമില്ല. വ്യായാമം. ഈ ഗുസ്തിമുറ പ്രകാരം കുളി കഴിഞ്ഞ് ഈറനുടുത്ത് പാതകം പോലും ഇല്ലാതെ ശ്വാസം മേൽപോട്ട് വലിച്ച് ചില പിടികിട്ടാ പുള്ളികളെ പോലെ 100 കാതം ഓടണം. അതാണ് ബ്രൂസിലിയുടെ ബോഡി ആൻഡ് ബാത്ത് എന്ന ചൈനീസ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അയ്യോ, അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും. അയ്യോ ചേട്ടാ, നാട്ടിൽ നിന്ന് ഒരു അമ്മണിക്കുട്ടൻ വന്നിരുന്നു. അവനിവിടെ വന്നോ? രായപ്പഞ്ചേട്ടനെ കണ്ണപ്പഞ്ചേട്ടനെ അന്വേഷിച്ചാ വന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കണ്ണപ്പഞ്ചേട്ടൻ കുളിക്കാൻ പോയിന്ന് പറഞ്ഞു. രായപ്പഞ്ചേട്ടൻ പിന്നെ ബോംബെയിലല്ലേ? നാശപൂശമായി. അതെന്താ? അവൻ എന്തിനാ വന്നേന്നറിയാമോ? ഇല്ല. എന്നെ തട്ടിക്കൊണ്ടു പോവാ. അവന്റെ പെങ്ങളെ കൊണ്ട് കെട്ടിക്കാൻ. പണ്ടമ്മ അവന്റെ കയ്യിൽ നിന്ന് കുറെ പണം കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പണം വേണ്ട, എന്നെ മതിയെന്ന്. അയ്യോ, അപ്പൊ ചേട്ടൻ അവിടെ കിട്ടുമോ? ഓഹോ, എന്റെ സ്വർണത്തിന് മാറ്റി എടുത്തിട്ട് ഞാൻ വേറെ പെണ്ണെ കെട്ടിയേ. അത് ഈ ജന്മത്ത് നടക്കില്ല. പിന്നെ സ്വർണം
അതുകൊണ്ട് അവൻ ഇനി വന്നാൽ ഞാൻ നാട്ടിൽ പോയി തട്ടിപ്പോയിരുന്നോ തട്ടിപ്പോയിന്നല്ല നാട്ടിൽ പോയി പറഞ്ഞേക്കാം പൊക്കോ, പൊക്കോ. നിനക്ക് പച്ചവെള്ളത്തിൽ തീ വെക്കുന്ന പാർട്ടികളാ. കണ്ണപ്പനി കേട്ടോ ഒന്നു. കണ്ണപ്പന്റെ വീട്ടിൽ പോയി. ഇപ്പൊ ഞാൻ കണ്ടതല്ലേ കുളത്തില്. കുളത്തിന് നേരെ വീട്ടിൽ പോയി. ഇത്ര പെട്ടെന്നോ? അതെ ഓ ഒന്ന് തന്നെ സൂപ്പർ ഫാസ്റ്റാ ആ, പോയി. ശരി. അപ്പൊ രായപ്പനോ? ബോംബെയിലല്ലേ? ഇപ്പൊ ഞാൻ അവനെയും കണ്ടു. എന്നെ കണ്ടില്ല വല്ല കുഴപ്പം ദേ, യങ്സ്റ്റേഴ്സിന്റെ കണ്ണിന് ആശ വെക്കണ്ട. കാശും വാങ്ങി കൈ വെച്ചിട്ട് പറഞ്ഞ സമയത്ത് കാര്യം നടന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്ക്. അല്ലേ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് തന്നെയാ അവിടുന്ന് പോകുന്നു. ഇല്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ.